ഹലോ മക്കളെ, അപ്പം നിങ്ങൾക്ക് ഇനിയുള്ളത് നമ്മുടെ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ഹൈറ്റി AI എക്സാമാണ്. അപ്പോൾ അപ്പോൾ നിങ്ങൾക്ക് തന്നെ അറിയാം, ഇതോടുകൂടിയിട്ട് നിങ്ങളുടെ എക്സാം കഴിയാണ്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി നമ്മുടെ എക്സാം എന്താണ്, നമ്മൾ ഇതിനെക്കുറിച്ച് പ്ലാൻ ചെയ്യാത്തതുകൊണ്ട് നിങ്ങൾക്ക് അതിനുള്ള ക്ലാസ്സുകൾ തരാൻ പറ്റിയിട്ടില്ല. പക്ഷേ നിങ്ങൾ ആരും തന്നെ വിഷമിക്കേണ്ട. കാരണം ഈ ഒരു സബ്ജക്ട്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് പഠിച്ചെടുക്കാൻ പറ്റുന്നതാണ്. അതിന് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം, എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നാണ് മിസ് പറയാനുള്ളത്. ഓക്കെ, അപ്പോൾ നിങ്ങളിപ്പം ലാസ്റ്റ് മിനിറ്റിലാണല്ലേ, നിങ്ങളുടെ എക്സാമിൻ്റെ ലാസ്റ്റ് മിനിറ്റ് പ്രിപ്പറേഷനിലാണ്. അപ്പോൾ ആദ്യം തന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, IT ആയാലും AI ആയാലും നിങ്ങൾക്ക് 2 സെഷനായിട്ടാണ് വരുന്നത് അല്ലേ. പാർട്ട് എയും ഉണ്ട്, പാർട്ട് ബിയും ഉണ്ട്. സെക്ഷൻ എ, സെക്ഷൻ ബി ആയിട്ട്. അപ്പോൾ അതിൽ സെക്ഷൻ എ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ MCQ ആണ്. ആൻഡ് ആ MCQയിൽ നിങ്ങൾക്ക് എന്താണ് 10 മാർക്സിനുള്ള ക്വസ്റ്റ്യൻ ആണ് വരുന്നത്. ആൻഡ് സെക്ഷൻ ബിയിലാണ് നിങ്ങൾക്ക് കുറേ എഴുതാനുള്ളത് അല്ലേ, അതായത് 40 മാർക്സിനോളം ക്വസ്റ്റ്യൻ വരുന്ന സെക്ഷനുള്ളത്. അപ്പോൾ ആദ്യം നമുക്ക് ITയുടെ കാര്യം നോക്കുകയാണെങ്കിൽ ഇതാണ് നമ്മുടെ ITയുടെ വരുന്നത്. അപ്പോൾ ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സെക്ഷൻ എയിൽ നിങ്ങളിവിടെ കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ട. കാരണം ലാസ്റ്റ് മിനിറ്റ് ടൈം ആയതുകൊണ്ട് തന്നെ നിങ്ങളിവിടെ കൂടുതൽ ഫോക്കസ് ചെയ്തിട്ടില്ലെങ്കിൽ കൂടെ നിങ്ങൾക്ക് എഴുതാൻ പറ്റുന്നതേ ഉള്ളൂ. ഈ ഒരു MCQ കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് നിങ്ങൾക്ക് എഴുതാൻ പറ്റും. ആൻഡ് നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മളുടെ സെക്ഷൻ ബി നോക്കുകയാണെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് 40 മാർക്സിനതേ നിങ്ങളുടെ 4 യൂണിറ്റ്സിൽ നിന്നാണ് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ വരുന്നത്. അപ്പോൾ നിങ്ങളിവിടെ കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്ന് നമ്മളുടെ ഈ ഒരു ഫസ്റ്റ് യൂണിറ്റ്. ഓക്കെ, ഫസ്റ്റ് യൂണിറ്റിന് അത്യാവശ്യം ക്വസ്റ്റ്യൻസ് വരുന്നതാണ്. ഡിജിറ്റൽ ഡോക്യുമെൻറ്റേഷൻ അത്യാവശ്യം ക്വസ്റ്റ്യൻസ് വരുന്നതാണ്. അപ്പോൾ ഈ ഒരു യൂണിറ്റ് നിങ്ങൾ എന്തായാലും ശ്രദ്ധിക്കുക. അതേപോലെ തന്നെ പിന്നെ ഏറ്റവും കൂടുതൽ വെയിറ്റേജ് നിങ്ങൾക്ക് വരുന്നത്, ക്വസ്റ്റ്യൻ വരുന്നത്, മാർക്സ് വരുന്നത് ഡാറ്റാബേസ് ആൻഡ് മാനേജ്മെൻറ്റ് സിസ്റ്റമാണ്. അപ്പം ഈ 2 ടോപ്പിക്സ് നിങ്ങൾ എന്ത് ചെയ്യുക, ഏറ്റവും ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കുക. കാരണം ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് വരുന്ന ഒരു സെഷൻ കൂടിയാണ്. ഓക്കെ, ഇനി അതല്ല, പിന്നെ നിങ്ങൾക്കുള്ളത് 10 മാർക്സിൻ്റെ വരുന്ന ഇലക്ട്രോണിക് സ്പ്രെഡ്ഷീറ്റ്, അതുപോലെ തന്നെ വെബ് ആപ്ലിക്കേഷൻ ആൻഡ് സെക്യൂരിറ്റിയാണ്. അപ്പോൾ നിങ്ങൾ ലാസ്റ്റ് മിനിറ്റ് പ്രിപ്പറേഷൻ ആകുമ്പോൾ നിങ്ങൾക്ക് എല്ലാം ഇപ്പോൾ ഒന്ന് വായിച്ച് നോക്കാൻ പറ്റിയിട്ടില്ലെങ്കിലും നിങ്ങൾക്ക് ഒന്നുകിൽ എന്ത് ചെയ്യാം, സ്പ്രെഡ്ഷീറ്റിൻ്റെ സെഷൻ പഠിക്കാം. ഇനി അത് നിങ്ങൾക്ക് ഭയങ്കര ടഫായിട്ട് തോന്നുകയാണെങ്കിൽ നിങ്ങൾ വെബ് ആപ്ലിക്കേഷൻ ആൻഡ് സെക്യൂരിറ്റി ഇത് നോക്കുക. ഓക്കെ, അപ്പോൾ ലാസ്റ്റ് മിനിറ്റിൽ നമ്മളിപ്പോൾ ഇതുവരെ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്ക് ഒന്നും തുറന്നു നോക്കിയിട്ടില്ല, ഒന്നും ചെയ്യാത്ത ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം എല്ലാം കൂടെ പഠിക്കുക എന്നുള്ളത് ബുദ്ധിമുട്ടാണ്. അപ്പോൾ അറ്റ്ലീസ്റ്റ് നിങ്ങൾ ഒന്നും പഠിക്കാത്ത എക്സാമിന് എഴുതുന്നതിനേക്കാൾ നല്ലത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള യൂണിറ്റ്സ് ആദ്യം നോക്കാം. അതിനുശേഷം നിങ്ങൾക്ക് കമ്പാരിറ്റീവ്ലി ഈസി ഏതാണോ ആ ഒരു ഇത് നോക്കാം. ഓക്കെ, ഇനി നമ്മളുടെ AI വരുന്ന സമയത്തും ഇവിടെ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇത് നമ്മളുടെ പ്രാക്ടിക്കൽ സെഷനിൽ വരുന്നതാണ്, ഇത് നമ്മുടെ പ്രാക്ടിക്കൽ സെഷനിൽ വരുന്നതാണ്. ബാക്കി സെൽഫ് മാനേജ്മെൻറ്റ് സ്കിൽസ്, ദെൻ ICT സ്കിൽസ്, പിന്നെ നമ്മുടെ ഓൺട്രപ്രണോറിയൽ സ്കിൽസ്, ഇവിടെ നിന്നാണ് നമുക്ക് ഏതിൽ വരുന്നത്. ഇവിടെ നിങ്ങൾ 3, 4 മാർക്സിനാണ് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് വരുന്നത്. ഇത് 2 നിങ്ങളുടെ പ്രാക്ടിക്കൽസിൽ വരുന്നതാണ്. അപ്പം ഇവിടെ നിങ്ങൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നിങ്ങളിപ്പോൾ ലാസ്റ്റ് മിനിറ്റ് ആയതുകൊണ്ടും ഇത് MCQ സെഷൻ ആയതുകൊണ്ടും നിങ്ങൾക്ക് അറ്റ്ലീസ്റ്റ് ചെയ്ത് നോക്കിയാൽ പറ്റേണ്ടതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഇപ്പം മാക്സിമം നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്, അതായത് സാമ്പിൾ പേപ്പർ നോക്കുക ആൻഡ് PYQs നോക്കുക. അപ്പം അത് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്കൊരു ഐഡിയ കിട്ടും, MCQs ഇത്ര ഈസി ആയിട്ടാണ് വരുന്നത്, സെക്ഷനെ കമ്പാരിറ്റീവ്ലി ഈസിയാണ് നിങ്ങൾക്കൊരു കോൺഫിഡൻസ് കിട്ടും. ഓക്കെ, നമ്മുടെ സെക്ഷൻ ബിയിലേക്ക് വരുന്ന സമയത്ത് നിങ്ങൾക്ക് വെയിറ്റേജ് നോക്കിക്കഴിഞ്ഞാൽ 15 മാർക്സിന് വെയിറ്റേജ് വരുന്നതാണ് AI പ്രൊജക്റ്റ് സൈക്കിൾ വരുന്നത്. പിന്നെ ഇത് 10, ദെൻ 10. അപ്പോൾ ഏറ്റവും വെയിറ്റേജ് കൂടുതലുള്ളതിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഫോക്കസ് ചെയ്യുക. ഓക്കെ, ആൻഡ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് എൻ്റെ മക്കൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ ലാസ്റ്റ് മിനിറ്റിൽ നിങ്ങൾക്ക് ഏകദേശം നിങ്ങളുടെ യൂണിറ്റ്സിനെ കുറിച്ച് ഒരു ഐഡിയ ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ കൂടുതലും PYQs നോക്കുക. ഓക്കെ, PYQs നിങ്ങൾക്ക് AIയുടെ ആയാലും ITയുടെ ആയാലും പേപ്പേഴ്സ് ഡൗൺലോഡ് ചെയ്യാൻ കിട്ടും, നെറ്റിൽ നോക്കുക. PYQs കൂടുതൽ പ്രാക്ടീസ് ചെയ്യുക. അതേപോലെ തന്നെ നിങ്ങളുടെ സാമ്പിൾ പേപ്പർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എന്നുള്ളത് മിസ് പറയാതെ തന്നെ നിങ്ങൾക്ക് അറിയാം അല്ലേ. അപ്പോൾ സാമ്പിൾ പേപ്പർ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. ആൻഡ് ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പേടിക്കുന്നത് പോലത്തെ ഒരു ഭീകര സംഭവം അല്ല. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്ക് എന്ത് ചെയ്യുക, പറ്റുന്നിടത്തോളം. അപ്പം മിസ് പറഞ്ഞിട്ടുള്ള എല്ലാം നിങ്ങൾക്ക് ലാസ്റ്റ് മിനിറ്റിലേക്ക് വായിക്കാൻ പറ്റിയിട്ടില്ലെങ്കിലും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ വെയിറ്റേജ് കൂടുതലുള്ള സെഷൻസ് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് ഈ ഒരു സാമ്പിൾ പേപ്പറും PYQ നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും, റിപ്പീറ്റഡ് ആയിട്ട് ക്വസ്റ്റ്യൻ വരുന്ന ഭാഗങ്ങൾ മനസ്സിലാകും. അപ്പോൾ ആ ഒരു സെഷൻ്റെ ടെക്സ്റ്റ് ബുക്ക് നിങ്ങൾ എന്ത് ചെയ്യുക, വായിക്കുക. അങ്ങനെ ടെക്സ്റ്റ് ബുക്ക് വായിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും, സിമ്പിളാണ്, നിങ്ങളെ കൊണ്ട് പറ്റാവുന്നതേ ഉള്ളൂ, നിങ്ങൾ ടെൻഷൻ അടിക്കുന്നത് പോലെ ഭയങ്കര സംഭവമല്ല. ഓക്കെ, നിങ്ങളെ കൊണ്ട് പറ്റുന്ന കാര്യങ്ങളാണ് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാകും. ആൻഡ് ഇത് നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് ഒന്ന് വായിച്ച് ഇതൊന്ന് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. അതുകൊണ്ട് എൻ്റെ മക്കൾ ആരും ടെൻഷൻ അടിക്കേണ്ട. അപ്പം പ്രത്യേകിച്ച് നമ്മുടെ സെക്ഷൻ എയുടെ കാര്യത്തിൽ നിങ്ങൾ ഈ ഒരു സാമ്പിൾ പേപ്പറും PYQയും കൂടെ നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും
ഇത് നമ്മളിപ്പോൾ ചെയ്തിട്ടില്ലെങ്കിൽ, അതായത് ഇപ്പോൾ ഒന്ന് നോക്കിയിട്ടില്ലെങ്കിൽ കൂടെ നിങ്ങൾക്ക് എഴുതാൻ പറ്റുന്ന ആ ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് സെക്ഷൻ എയിൽ വരുന്നത്. ആൻഡ് സെക്ഷൻ ബി എൻ്റെ മക്കൾക്ക് ടെക്സ്റ്റ് ബുക്കൊക്കെ ഒന്ന് വായിച്ചു നോക്കി ജസ്റ്റ് ഒന്ന് ക്വസ്റ്റ്യൻസിലൂടെ ഒന്ന് പോകുമ്പോൾ തന്നെ നിങ്ങൾക്ക് എന്താണ് വായിക്കാൻ പറ്റും. ഓക്കെ, അപ്പം എൻ്റെ മക്കൾ ആരും തന്നെ ടെൻഷൻ അടിക്കേണ്ട ഒരു കാര്യമില്ല. നിങ്ങൾക്ക് ഈ ഒരു കാര്യങ്ങൾ നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകും സിമ്പിളാണെന്നുള്ളത്. ആൻഡ് നമ്മുടെ നാളത്തെ എക്സാം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ ഈസി ആവുകയും ചെയ്യും. കാരണം അപ്പം ഫസ്റ്റ് ടൈം പഠിക്കുന്ന ആൾക്കാരാണെങ്കിൽ എല്ലാം കൂടെ ചെയ്ത് എടുക്കാൻ നോക്കാതെ ഒരു സാമ്പിൾ പേപ്പറൊക്കെ നോക്കി എവിടെ നിന്നൊക്കെയാണ് വരുന്നതെന്നുള്ള, അപ്പം മിസ് പറഞ്ഞ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗങ്ങളില്ലേ അതൊക്കെ ഒന്ന് വെച്ച് ഒന്ന് ടെക്സ്റ്റ് ബുക്കൊക്കെ ഒന്ന് വായിച്ച് നോക്കുക. ഒരു ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. നാളത്തെ എക്സാം നല്ല ഈസി ആകും. ഈ കാര്യങ്ങളൊന്ന് ചെയ്ത് നോക്കാം. ഓക്കെ.